الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. മനാർ സബീൽ എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു കഴിഞ്ഞത് ബാബുൽ വുളൂവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി അതിനുശേഷം ഫസ്ലുൻ ഫിന്നിയ്യ, നീയത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗമാണ് ഇനി വരുന്നത്. കാരണം നമ്മൾ നേരത്തെ വുളൂവിൻ്റെ ഷുറൂത്തുകൾ പറയുമ്പോൾ രണ്ടാമത്തെ ഷർത്തായിട്ട് നീയത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാലകൾ വരുന്നത്. ഇവിടെ പറയുകയാണ് ഫന്നീയത്തു ഹുന, ഇവിടെ നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖസ്ദു റഫഇൽ ഹദസ്, ഒന്നുകിൽ എന്ത് വിചാരിക്കുക, അശുദ്ധിയെ ഉയർത്തുകയാണ് എന്ന് കരുതുക. ഔ ഖസ്ദു മാ തജിബു ലഹു ത്വഹാറ, അല്ലെങ്കിൽ ത്വഹാറത്ത് നിർബന്ധമായ ഒരു കാര്യം അത് ഉദ്ദേശിച്ചുകൊണ്ട് അതിനു വേണ്ടി വുളൂ ചെയ്യുകയാണ് എന്ന് കരുതുക. ഏതുപോലെ സ്വലാത്തിൻ വ തവാഫിൻ വ മസ്സി മുസ്ഹഫിൻ, സ്വലാത്ത് നിസ്കാരം, തവാഫ് നമുക്കറിയാം കഅബയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്നത്, പിന്നെ മസ്സു മുസ്ഹഫ്, മുസ്ഹഫ് സ്പർശിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, മുസ്ഹഫ് സ്പർശിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് വുളൂ ഇല്ലല്ലോ, മുസ്ഹഫ് സ്പർശിക്കാൻ ഞാനിതാ വുളൂ എടുക്കുകയാണ് എന്ന നീയത്തിൽ വുളൂ എടുത്താൽ അത് വുളൂവിൻ്റെ ശരിയായ നീയത്തുകളിൽ പെട്ടതാണ്. വുളൂവിൻ്റെ ശരിയായ നീയത്തുകളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അവിടെ എന്തില്ല, വുളൂ ഇല്ല എന്ന് ഓർമ്മ വരികയാണ്. അപ്പോൾ തവാഫ് ചെയ്യാൻ വേണ്ടി വുളൂ എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, വുളൂവിന് വേണ്ടി നീയത്ത് വയ്ക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ മുസ്ഹഫ് സ്പർശിക്കുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പല ആളുകൾക്കും മാറിപ്പോകുന്നൊരു മസാല. നമ്മൾ മുസ്ഹഫ് സ്പർശിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് വേറൊരു മസാലയും, മുസ്ഹഫ് സ്പർശിച്ചുകൊണ്ട് മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് രണ്ടും രണ്ടാണ്. നമ്മൾ മുസ്ഹഫ് സ്പർശിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എന്ത് നിർബന്ധമില്ല, വുളൂ നിർബന്ധമില്ല. വുളൂ നിർബന്ധമില്ല. വലിയ അശുദ്ധി ഇല്ലാതിരുന്നാൽ മതി. ജനാബത്തുകാരനല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വുളൂ ഇല്ലെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാം മുസ്ഹഫ് സ്പർശിക്കാതെ. പക്ഷെ മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ എന്തു വേണം, വുളൂ വേണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ സ്വഹീഹ് അല്ലെങ്കിൽ കൂടെ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്, മുസ്ഹഫ് സ്പർശിക്കാൻ വുളൂ നിർബന്ധമാണ് എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കണം, ആ ഒരു വ്യത്യാസം ഈ മസാലകൾക്കിടയിലുണ്ട്. പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, മുസ്ഹഫിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ഹഫിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവും അവൻ്റെ റസൂലും അവൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ഹഫിൽ നിന്ന് വായിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസ്ഹഫിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളിൽ ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉള്ളതുകൊണ്ട് മുസ്ഹഫ് ഉള്ള സ്ഥലത്തെത്തിയാൽ പോലും പല ആളുകളും മൊബൈൽ ഫോണിൽ നിന്നാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അതൊരിക്കലും എന്തല്ല, നമുക്കിപ്പോൾ യാത്രയിലാണ്, മുസ്ഹഫ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. എന്നാൽ നമ്മൾക്ക് മുസ്ഹഫ് നമ്മുടെ കയ്യിലുണ്ട്, പക്കലുണ്ട്, അല്ലെങ്കിൽ മുസ്ഹഫ് നമ്മുടെ വീടുകളിലുണ്ട്, മസ്ജിദിലുണ്ട്, കയ്യെത്തും ദൂരത്തുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ഈ ഒരു ശ്രേഷ്ഠത നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും.
അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഈ 3 കാര്യങ്ങൾ ഉദാഹരണമായിട്ട് കൊടുത്ത നിസ്കാരം, തവാഫ്, മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങൾക്ക് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ട് വുളു എടുക്കുക. നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുക, അല്ലെങ്കിൽ തവാഫിന് വേണ്ടി, അല്ലെങ്കിൽ മുസ്ഹഫ് സ്പർശിക്കാൻ വേണ്ടി എന്ന നിയത്തും കരുതാം. വുളുവിന് കരുതാം. ഔ അല്ലെങ്കിൽ ഖസ്ദു മാ തുസന്നു ലഹു, അല്ലെങ്കിൽ വുളു എടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം, അതും എന്ത് ചെയ്യാം, കരുതാം. അതിനു വേണ്ടി വുളു എടുക്കുകയാണ് എന്നും കരുതിയതുപോലെ ഖിറാഅത്തിൻ, ഖുർആൻ പാരായണം ചെയ്യുന്നു. കണ്ടോ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നത് വേറെ, മുസ്ഹഫ് സ്പർശിക്കുന്നത് വേറെ. ഖുർആൻ പാരായണം ചെയ്യുന്ന, മുസ്ഹഫ് സ്പർശിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, നിർബന്ധമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യണം, വുളു ചെയ്യുകയാണെങ്കിൽ അത് വുളുവിന് നമുക്ക് വയ്ക്കാൻ പറ്റുന്നൊരു നിയത്താണ്. അതുപോലെ ദിക്ർ ചൊല്ലാൻ വേണ്ടി രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകൾ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകൾ, അങ്ങനെയുള്ള കുറേ ദിക്റുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകൾ ഒരുപാട് സമയമുണ്ട്, താരതമ്യേന കൂടുതൽ സമയമെടുക്കുന്ന ദിക്റുകളായതുകൊണ്ട് അതിനിടയിൽ വുളു നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വീണ്ടും വുളു എടുത്ത് വന്നിട്ട് വീണ്ടും ദിക്റിലേക്ക് ഇരിക്കുക എന്നുള്ളത് നിർബന്ധമല്ലെങ്കിൽ കൂടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ പറയുന്നത് അദാനിൻ, ബാങ്ക് കൊടുക്കാൻ, ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി വുളു ചെയ്യുക എന്നുള്ളതും വുളു ചെയ്യൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സന്ദർഭമാണ്. അതുപോലെ വനൗമിൻ, ഉറക്കം, വുളുവിലായി ഉറങ്ങുക. വുളുവിലായി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ വിരിപ്പിലേക്ക് കയറുമ്പോൾ വുളുവിലായി വിരിപ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബെഡിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന ആ ഒരു വിരിപ്പിലേക്ക് കയറുന്ന സമയത്ത് വുളുവിലായി പ്രവേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ പറയുന്നു വറഫഇ ഷക്കിൻ, ഷക്ക്, സംശയമുണ്ട്, അത് നീക്കാൻ. എന്ന് വെച്ചാൽ വുളു ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം. ശ്രദ്ധിക്കേണ്ടത്, സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം എന്നുള്ളത് അൽ അസ്ലു ബഖാഉ മാ കാന അലാ മാ കാൻ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. എന്ന് വെച്ചാൽ എന്ത് ഒരവസ്ഥയിലാണോ ഒരു കാര്യം ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അസ്ല്. മാറ്റം വരാതിരിക്കുക എന്നുള്ളതാണ് അസ്ല്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് എളുപ്പം മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരാൾ രാവിലെ എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, പള്ളിയിലേക്ക് വന്നു. പള്ളിയിലെത്തിയപ്പോൾ അയാൾക്ക് സംശയമായി വുളു എടുത്തിട്ടുണ്ടോ ഇല്ലയോ. അപ്പം അയാൾ എന്താ ചെയ്യുന്നത്, വുളു എടുക്കുകയാണോ വേണ്ടത് എടുക്കാതിരിക്കുകയാണോ വേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എടുക്കുകയാണോ വേണ്ടത്. കാരണം ഉറങ്ങി എഴുന്നേറ്റ ഒരാളുടെ അസ്ലം എന്നുള്ളത് വുളു ഇല്ല എന്നുള്ളത്. ഉറങ്ങി എഴുന്നേറ്റ ഒരാളുടെ അസ്ലം എന്നുള്ളത് വുളു ഇല്ല എന്നുള്ളതാണ്. അയാൾക്കത് ഉറപ്പുണ്ട്, ഞാൻ വുളു എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുന്നിടത്തോളം അയാൾ എന്ത് ചെയ്യണം, വുളു എടുക്കണം. ആ ഉറപ്പില്ലാത്തിടത്തോളം അയാൾ എന്ത് ചെയ്യണം, വുളു എടുക്കൽ അയാളുടെ മേൽ നിർബന്ധമാണ്. എന്നാൽ ഒരാൾ വുളു എടുത്തിട്ടുണ്ട്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടിരിക്കുക, അപ്പോൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി, വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം, മുസ്ഹഫ് എടുക്കുക. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യണം, വുളു ഉണ്ടോ എന്ന് സംശയിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വുളു എടുക്കുകയാണോ വേണ്ടത്, തുടരുകയാണോ വേണ്ടത്? തുടരുകയാണോ വേണ്ടത്. എന്ന് വെച്ചാൽ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അസ്ല്. നമുക്ക് യഖീനും ഉറപ്പ് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വേണം. വുളു ഉണ്ടെങ്കിൽ വുളു മുറിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരണം. അല്ലെങ്കിൽ വുളു ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ വുളു ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരണം. ചുരുക്കി പറഞ്ഞാൽ സംശയങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, യഖീന് കൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. കേട്ടിട്ടുണ്ടാവും, വൽ യഖീനു ലാ യസൂലു ബിശക്ക്. ഷക്ക് കൊണ്ട് എന്ത് ചെയ്യില്ല, യഖീന് നീങ്ങുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഒരു കായിക വിശദീകരിക്കാറ്.
അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് യക്കീനിൽ എത്തിയിട്ടില്ല, ഒരാൾക്ക് യക്കീനില്ല, ഒതു എടുത്തതും എടുക്കാത്തതൊന്നും യക്കീനില്ല. അങ്ങനെ സന്ദർഭത്തിൽ ആ ശക്ക് നീക്കാൻ വേണ്ടി ഒതു എടുക്കുക എന്നുള്ളതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അടുത്ത സന്ദർഭം വഗളബിൻ, ദേഷ്യം വന്നാൽ. ദേഷ്യം വന്നാൽ ഒതു എടുക്കുന്നത് എന്തിനാ? അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം വന്ന സന്ദർഭത്തിൽ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിധിവിലക്കുകൾ, മര്യാദകൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. എന്തൊക്കെ അറിയാം ദേഷ്യം പിടിച്ചാൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ? നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. പിന്നെ മറ്റൊരു സുന്നത്ത് ഇപ്പൊ പറഞ്ഞ പോലെ ഒളു എടുക്കുക, ഒളു ചെയ്യുക. മറ്റൊരു സുന്നത്ത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ട് പലപ്പോഴും. ദേഷ്യം വരുമ്പോൾ എന്താണ്? ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്. ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യരുത്, അപ്പം റിയാക്ട് ചെയ്യരുത്. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത്. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ദേഷ്യം മാറിക്കഴിഞ്ഞതിന് ശേഷം പറയുക, അല്ലെങ്കിൽ പ്രതികരിക്കുക. അങ്ങനെ കുറേ സുന്നത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ദേഷ്യം വരുമ്പോൾ വുളൂ ചെയ്യൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ പറയുന്നത് വകലാമിൻ മുഹറം, ഹറാമായൊരു സംസാരം സംസാരിച്ചു. ഹറാമായൊരു സംസാരം സംസാരിച്ചു. ഹറാമായ സംസാരവും വുളൂവും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഒരാൾ വുളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ വുളൂവിൻ്റെ അവയവങ്ങൾ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തിന്മകൾ എന്ത് ചെയ്യും? ആ വുളൂവിലെ ആ അവയവങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നതിനൊപ്പം ആ തിന്മകളും ഒഴുകിപ്പോകും, ഇല്ലാതായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മുടെ തിന്മകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് വുളൂ ചെയ്യുക എന്നുള്ളത്. അത് സംസാരം എന്നല്ല, മറ്റ് പ്രവർത്തനം, മറ്റ് തിന്മകളൊക്കെ സംഭവിച്ചാലും അങ്ങനെ തന്നെ. അതിൻ്റെ കൂടെ നിസ്കരിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം, തെറ്റുകൾ പറ്റുന്ന സന്ദർഭത്തിൽ. പിന്നെ പറയുന്നത് വജുലൂസിൻ ബി മസ്ജിദ്, മസ്ജിദിൽ ഇരിക്കാൻ. മസ്ജിദിൽ ഇരിക്കാൻ വുളൂ ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. വുളൂ ഇല്ലാതെ മസ്ജിദിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റും. എപ്പോഴാണ് മസ്ജിദിൽ ഇരിക്കാൻ പറ്റാത്തത്? ജനാബത്ത് കാരണമായിരിക്കെ, വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ മസ്ജിദിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. മസ്ജിദിലൂടെ നടന്നു പോവാം, കടന്നു പോവാം, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മസ്ജിദിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകും. നമ്മുടെ വീട് അപ്പുറത്താണ്, നമ്മുടെ ടൗൺ അപ്പുറത്താണ്. ഇതിലൂടെ അങ്ങനെ കടന്നു പോയാലേ നമുക്ക് അങ്ങാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലത്തെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജനാബത്ത് കാരണമായിരിക്കെ ഇതിലൂടെ കടന്നു പോവാം. അതല്ലാതെ എന്ത് ചെയ്യരുത്? മസ്ജിദിനകത്ത് കഴിച്ചു കൂട്ടുക പാടില്ല. അതുപോലെ തന്നെയാണ് എന്തും ഹൈദുള്ള സ്ത്രീകളും അങ്ങനെ തന്നെ. ഹൈദുള്ള സ്ത്രീകളും അങ്ങനെ തന്നെ. അതല്ലാതെ ഇപ്പോൾ വുളൂ ഇല്ലാത്തൊരാൾ മസ്ജിദിനകത്ത് ഇരിക്കുന്നത് എന്തല്ല, ഹറാമൊന്നുമല്ല. പക്ഷേ വുളൂവോടുകൂടി ഇരിക്കലാണ് എന്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ കൊടുക്കുന്ന തദ്രീസു ഇൽമിൻ, അറിവ് പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ. ദീൻ പഠിപ്പിക്കാൻ. അപ്പോൾ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ, അധ്യാപകന്
പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സന്ദർഭത്തിൽ അത് മസ്ജിദിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ. മസ്ജിദിൽ തന്നെ ആവണമെന്നില്ല. മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലോ ക്ലാസ്സുകളിലോ കോളേജുകളിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ, ഇപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ പറ്റിയിട്ടൊക്കെ പറയപ്പെടാറുണ്ട്. അദ്ദേഹം കല്യാണത്തിനും അതുപോലെ തന്നെയുള്ള വിരുന്നുകൾക്കും ഒരുങ്ങുന്നതിനേക്കാൾ ഏറ്റവും മികച്ച രൂപത്തിലാണ് എന്ത് ചെയ്യുക, മദീന പള്ളിയിൽ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അത് ഏറ്റവും അദ്ദേഹത്തിന് അതിനേക്കാൾ ഭംഗിയുള്ള രൂപത്തിൽ വേറെ സന്ദർഭത്തിലും കാണാൻ കഴിയും. ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങി ഏറ്റവും നല്ല അലങ്കാരങ്ങൾ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സലഫുകൾപ്പെട്ടൊരു പണ്ഡിതൻ, എൻ്റെ പേര് ഓർമ്മയില്ല, അബൂ ദുറ റാസിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതുപോലെ എന്താ പറയുക, മരണശൈലിയിൽ വളരെയധികം അവശനായി ക്ഷീണിതനായി രോഗം ബാധിച്ച് കിടക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചില ശിഷ്യന്മാർ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്ന് അദ്ദേഹത്തിനോടൊരു ഹദീസ് ചോദിക്കും. ഒരു ഹദീസ് ചോദിക്കും, ഈ ഹദീസ്, ഇങ്ങനൊരു വിഷയത്തിലൊരു ഹദീസ് താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കിടന്നിടത്തുനിന്ന് പറഞ്ഞു കൊടുക്കൂല. അവിടെ നിന്ന് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ചാരി ഇരുന്ന് വളരെ നല്ല അതബോടുകൂടി ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക, അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുക. അപ്പം അറിവ് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണെന്ത്, ഏറ്റവും പൂർണ്ണമായ എന്താ പറയുക, എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടായിരിക്കുക, ഉളൂവിലായിരിക്കുക, നല്ല വസ്ത്രധാരണം, മറ്റെല്ലാ അദബുകളും പാലിക്കുക എന്നുള്ളത് അത് പഠിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദ. പിന്നെ ഇവിടെ പറയുന്നത് അഖിലിൻ, ഭക്ഷണം കഴിക്കുന്നതിന്, ഭക്ഷണം കഴിക്കാൻ ഉളൂ സുന്നത്തുണ്ടോ? അല്ലാഹു ആലം, അങ്ങനെ ഒരു തെളിവുകളൊന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നറിയില്ല. അല്ലാഹു ആലം, നമുക്ക് തെളിവുകൾ അറിയാത്തതുകൊണ്ട് സുന്നത്താണെന്ന് നമുക്ക് പറഞ്ഞു തരാനും സാധിക്കില്ല. അത് അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ കുപ്പിളിക്കാനും അതുപോലെ തന്നെ അങ്ങനെ കൽപ്പിച്ച ഹദീസുകളുണ്ട് എന്നല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വുളു എടുക്കുന്നത് എന്തെങ്കിലും ഒരു സുന്നത്തുള്ളതായിട്ട് തെളിവുകൾ അറിയില്ല. അല്ലാഹു അലം. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അതുദ്ദേശിച്ചിട്ട് ഒരാൾ വുളു ചെയ്യുകയാണെങ്കിൽ ഫമതാ നവാ ശൈഅൻ മിൻ ദാലിക ഇർതഫഅ ഹദസു, ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് കണക്കാക്കിയാൽ, ഏതെങ്കിലും ഒന്ന് അവൻ കണക്കാക്കി വുളു ചെയ്തു കഴിഞ്ഞാൽ ഇർതഫഅ ഹദസുഹു, അവൻ്റെ അശുദ്ധി നീങ്ങി, എന്നുവെച്ചാൽ വുളു ശരിയായി. വലാ യദുറു സബ്ഖ ലിസാനിഹി ബിഗൈരി മാ നവാഹു. ഇനിയിപ്പോൾ എന്താ പറയുക, പറയുമ്പോൾ എന്തെങ്കിലും മാറിപ്പോയി, എന്നുവെച്ചാൽ ആ ഉദ്ദേശിച്ചതല്ലാത്ത മറ്റെന്തെങ്കിലും സംസാരത്തിൽ വന്നുപോയി, അങ്ങനെ വന്നു പോയാലും അതെന്താവൂല, നീയത്തിനെ അത് ബാധിക്കൂല. ലിഅന്ന മഹല്ല നീയത്തി അൽ ഖൽബ്, കാരണം നീയത്തിൻ്റെ സ്ഥാനം എന്താ, അത് ഖൽബാണ്. നീയത്തിൻ്റെ സ്ഥാനം അത് ഖൽബാണ്. പിന്നെ പറയുന്നു വലാ ശക്കഹു ഫിൻ നീയ, ഒരാൾ നീയത്തിൽ സംശയിക്കുകയാണ്, ഞാൻ നീയത്ത് വെച്ചിരുന്നോ എന്നെന്ത് ചെയ്യാണ്, ഒരാൾക്ക് സംശയം തോന്നാം. അങ്ങനെ സംശയം തോന്നിയാൽ അതെന്ത് ചെയ്യേണ്ടതില്ല, അത് പരിഗണിക്കേണ്ടതില്ല, അത് ദോഷകരമായി ബാധിക്കുന്ന കാര്യമില്ല. ഔ ഫി ഫർദിൻ, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഫറദിൽ സംശയം വരാം, ഒരു ഫറദിൽ സംശയം വരാം. എപ്പോ ബഅദ ഫറാഗി കുല്ലി ഇബാദത്ത്, ആ ഇബാദത്ത് പൂർത്തിയായതിനു ശേഷം, ആ ഇബാദത്ത് മൊത്തം പൂർത്തിയായി, എന്നിട്ടൊരു ഫറദിൽ സംശയം വരികയാണെങ്കിൽ അതെന്താവൂല, ദോഷകരമായി ബാധിക്കില്ല. അപ്പം ഏതുപോലെ, ഇപ്പോൾ വുളു ചെയ്യുകയാണ്, വുളു മുഴുവൻ ചെയ്ത് കഴിഞ്ഞു, അവസാനിച്ചു, മുഴുവനായിട്ടും വുളു എടുത്ത് കഴിഞ്ഞു, എന്നിട്ട് സംശയം തോന്നുകയാണ്, ഞാൻ തല തടവിയോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ സംശയം എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. ആ സംശയം പരിഗണിക്കേണ്ടതില്ല. ആ ഇബാദത്ത് മുഴുവനും കഴിഞ്ഞിട്ടാണ് ഏതെങ്കിലും ഫർദിന്റെ വിഷയത്തിൽ സംശയം വരുന്നതെങ്കിൽ അത്
പരിഗണിക്കേണ്ടതില്ല. വൈൻ ഷക്ക ഫീഹാ ഫിൽ അസ്ന, ഇനി ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് സംശയം വരുന്നതെങ്കിലോ, വുളു ചെയ്തുകൊണ്ടിരിക്കും, വുളു കഴിഞ്ഞിട്ടില്ല, വുളു അവസാനിപ്പിച്ചിട്ടില്ല, വുളു ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സംശയം വരിക, കാല് കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തല തടവിയോ സംശയം വരിക. അങ്ങനെ സംശയം വന്നാൽ ഇസ്തഅനഫ, എന്ത് ചെയ്യണം? വീണ്ടും ആ ഇബാദത്ത് തുടങ്ങണം. ഇപ്പോൾ വുളുവിൽ തല തടവിയോ സംശയം വന്ന് കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ആ വുളു ചെയ്യാൻ ആദ്യം മുതൽ ആരംഭിക്കാം. ലിയഅതിയ ബിൽ ഇബാദത്തി ബിയഖീനിൻ, അത് യഖീനായി ശരിയായ ഉറപ്പോടുകൂടെ ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, മാലം യക്സുരി ഷക്ക്, ഷക്ക് ധാരാളം എപ്പോഴും ഒരാൾക്ക് സംശയം വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും സംശയം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യരുത്. അയാൾ അങ്ങനെ ചെയ്ത് സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ഒരാൾ, അയാൾക്കിപ്പോൾ എന്ത് ചെയ്യണം? വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാല് കഴുകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തല തടവെന്ന് ഒരു സംശയം വരിക, തല തടവേതായിട്ടൊരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അയാൾ എന്ത് ചെയ്യാം? വീണ്ടും ആദ്യം മുതൽ വുളു എടുക്കാൻ ആരംഭിക്കും. സാധാരണ ഒരു ഗതിയിൽ, സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, എപ്പോഴും ഇങ്ങനെ ഷക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല? അത് അങ്ങനെ ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. ഫയസീറു കൽ വസ്വാസി ഫയത്തറഹുഹു, അത് വസ്വാസ് പോലെ കണക്കാക്കിയിട്ട് അയാളത് പരിഗണിക്കാതെ ഒഴിവാക്കി കളയുകയാണ് വേണ്ടത് എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫസ്ലിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വുളു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വുളുവുമായി ബന്ധപ്പെട്ട് വുളു നിർബന്ധമാകുന്ന കാര്യങ്ങൾ നിയത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ചെറിയ അശുദ്ധി നീങ്ങണം എന്ന് നിയത്ത് വയ്ക്കാം. അല്ലെങ്കിൽ വുളു സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിയത്ത് വയ്ക്കാം. ഇങ്ങനെ ഏത് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നിയത്ത് വെച്ചാലും നമ്മുടെ വുളു ശരിയാകുന്നതാണ്. അതാണ് ഈ ഒരു ഫസ്ലിന്റെ ചുരുക്കം. ഇനി അതിനുശേഷം ഫസ്ലുൻ ഫി സിഫത്തിൽ വുളു, വുളുവിന്റെ സിഫത്ത്, വുളുവിന്റെ രൂപം. നമ്മളതിൻ്റെ ഫർളുകൾ പറഞ്ഞു, ഷർത്തുകൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വുളു ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതിൻ്റെ രൂപം എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത ഫസ്ലിൽ വരുന്നത്. അത് എന്തെങ്കിലും ഹദീസുകളുള്ളതായിട്ട് അറിയില്ല, അല്ലാഹു അഅലം. ഭക്ഷണം കഴിച്ചതിന് ശേഷവും അങ്ങനെ കഴുകിയതായിട്ടുള്ളത് അറിയില്ല, തെളിവുകൾ അങ്ങനെ ഹദീസുകൾ കണ്ടിട്ടില്ല. അതിന് പാത്രങ്ങൾ പോലും തുടച്ചിരുന്നു എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ പാത്രങ്ങൾ കഴുകൽ കുറവായിരുന്നു, കാരണം വെള്ളം കുറവായിരുന്നത് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും. അല്ലാഹു അഅലം, അതിൻ്റെ എന്തെങ്കിലും അങ്ങനെ തെളിവുകൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടെ വരുന്ന വിഷയം സിഫത്തുൽ വുളു, വുളുവിൻ്റെ സിഫത്ത്, രൂപം. അതിൽ പറയുന്ന ആദ്യത്തെ വഹിയ ഐ യൻവി സുമ്മ യുസമ്മി, ആദ്യം ചെയ്യേണ്ടത് നിയ്യത്ത് ഉണ്ടാവുക, പിന്നെ ബിസ്മില്ല ചൊല്ലി ലിമാ തഖദ്ദമ എന്ന തെളിവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ പറഞ്ഞു വയഗ്സിലു കഫൈഹി, രണ്ട് കഫുകൾ, കഫ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കൈയിൻ്റെ ഈ ഭാഗം, റിസ്റ്റ് വരേക്കുള്ള ഭാഗം, കൈത്തണ്ട വരേക്കുള്ള ഭാഗം ആണ് കഫ് എന്ന് പറയും. ഈ രണ്ട് കഫുകളും കഴുകുക. അത് പൊതുവിൽ സാധാരണഗതിയിൽ സുന്നത്തും ഒരു സന്ദർഭത്തിൽ വാജിബുമാണ്. ഏത് സന്ദർഭത്തിലെ വാജിബ് മോനെ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് കഫ് കഴുകൽ വാജിബാവുക? വുളു എടുക്കുമ്പോൾ. എപ്പോഴാണ് വാജിബാവുക? പറഞ്ഞു കഴിഞ്ഞ മസാല ഓർമ്മണ്ടോ?
വുളു നഷ്ടപ്പെടുന്ന രൂപത്തിൽ രാത്രി ഉറങ്ങുകയും അങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുകയും ചെയ്ത ഒരാൾ, രാത്രി ഉറങ്ങി എഴുന്നേറ്റു, അങ്ങനെയുള്ള ഒരാൾ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൈ ഇടുന്ന, അങ്ങനെയാണ് വുളു എടുക്കുന്നതെങ്കിൽ, ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, പൈപ്പൊക്കെ ഉണ്ട്, പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൈ ഇട്ടിട്ട് വുളു എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനു മുമ്പ് രണ്ട് കൈകളും, കൈ കൊണ്ട് ഉദ്ദേശിക്കുന്ന കഫാണ്, രണ്ട് കൈപ്പടങ്ങളും 3 തവണ കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോഴാണ് പൊതുവെ അങ്ങനെ ഉണ്ടാവുക, അല്ലെങ്കിൽ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിലാണ് അത് വാജിബായിട്ട് വരിക. അത് കൈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വാജിബൊന്നുമില്ല, സുന്നത്ത് തന്നെയാണ്, അല്ലെങ്കിൽ സുന്നത്താണ്. അപ്പോൾ വയഗസിലു കഫൈഹി, ആദ്യം ചെയ്യേണ്ടത് 2 കൈപ്പടങ്ങൾ കഴുകുക, ഇത്രയും. സുമ്മ യതമദ്മദു വയസ്തൻഷിഖു, അതിനുശേഷം മദ്മദ, ഒപ്പിളിക്കുക, കുലുക്കുഴിയുക എന്നൊക്കെ പറയാറുണ്ട്. വയസ്തൻഷിഖു, എന്നിട്ട് എന്ത് ചെയ്യണം? മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റണം, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റണം. സുമ്മ യഗ്സിലു വജ്ഹഹു, എന്നിട്ട് എന്ത് ചെയ്യണം? മുഖം കഴുകണം. അപ്പം നമ്മൾ നേരത്തെ ഫർളുകൾ പറയുമ്പോൾ ആദ്യം വജ്ഹ് പറഞ്ഞു, വജ്ഹിൽപ്പെട്ടതാണ് എന്ത്? മദ്മദയും ഇസ്തിൻഷാഖും എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ ക്രമം, സുന്നത്തായിട്ടുള്ള ക്രമം എന്നുള്ളത് ആദ്യം മദ്മദയും ഇസ്തിൻഷാഖും, പിന്നെയാണ് എന്ത് ചെയ്യുക? മുഖം കഴുകുന്നത് വരുന്നത്. അതെവിടെ നിന്നാണ് അതിൻ്റെ ബൗണ്ടറി പറയുന്നത്? മിൻ മനാബിത്തി ഷഅരി റഅസിൽ മുഅ്താദി ഇല ദിഖൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ മുടി ആരംഭിക്കുന്ന നെറ്റിയുടെ മുകൾ ഭാഗം, അവിടെ മുതൽ ദിഖന് വരെ, ഇതാണ് നീളത്തിൽ മുഖത്തിൻ്റെ ബൗണ്ടറി. വീതിയിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരേക്കും. ഇതിനിടയിലുള്ള എല്ലാ ഭാഗങ്ങളും നനയണം, ഇതിനിടയിലുള്ള എല്ലാ ഭാഗങ്ങളും നനയണം. അതിന് തെളിവിടെ കൊടുക്കും. ലിമാ റുവിയ അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അന്നഹു ദഅ ബി ഇനാഇൻ, അദ്ദേഹം ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മോനെ ഇടുവാ, ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടോ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഫഅഫ്റഗ അലാ കഫൈഹി 3 മർറാത്തിൻ ഫഗസലഹുമാ. ശ്രദ്ധിക്കണം, അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു പാത്രം വെള്ളം, ആ പാത്രത്തിൽ നിന്ന് കയ്യിലേക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് 2 കൈപ്പത്തികളും 3 പ്രാവശ്യം കഴുകുക, 3 പ്രാവശ്യം കഴുകുകയാണ്. സുമ്മ അദ്ഖല യമീനഹു ഫിൽ ഇനാ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വലത് കൈ ഇടുന്നത്, എന്നിട്ടാണ് പാത്രത്തിലേക്ക് വലത് കൈ ഇടുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് കൈ ഇടുന്നതിന് മുമ്പാണ് ഈ ഒരു സുന്നത്തുള്ളത്. അതല്ലാതെ കഴുകുകയാണെങ്കിൽ എന്തില്ല, കുഴപ്പമില്ലാത്ത വിഷയമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? പാത്രത്തിലേക്ക് കൈ ഇട്ടിട്ട് ഫമദ്മദ വസ്തൻസറ, മദ്മദയും ഇസ്തിൻസാറും, മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റി കൊപ്പിളിച്ചു, തുപ്പിക്കളഞ്ഞു. സുമ്മ ഗസല വജ്ഹഹു സലാസൻ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം 3 തവണ കഴുകി. എന്നിട്ട് മുഖം കണ്ടോ, ആദ്യം മദ്മദ ഇസ്തിൻഷാഖും, പിന്നെയാണ് മുഖം. പിന്നെ വയദൈഹി ഇലൽ മിർഫഖൈനി 3 മർറാത്ത്, അതിനുശേഷം 2 കൈകൾ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം. സുമ്മ മസഹ ബിറഅസിഹി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല തടവി. സുമ്മ ഗസല റിജ്ലൈഹി 3 മർറാത്തിൻ ഇലൽ കഅബൈൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2 കാലുകളും നിര്യാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകി. സുമ്മ കാല, എന്നിട്ട് അദ്ദേഹം പറയണം
റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനിപ്പോൾ ഈ വുദു എടുത്തതുപോലെ വുദു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വുദു എടുത്ത് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് പറയാണ്, ഈ ഞാനിപ്പോൾ വുദു എടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. എന്താ മോനെ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞത്? എന്താ മുത്തഫഖുൻ? ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. പിന്നെ പറയുന്നത് വലാ യുജ്സിഉ ഗസ്ല ളാഹിരി ശഅരി ലിഹ്യ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ലിഹിയത്ത് താടി രോമങ്ങൾ, ഷഅറുൽ ലിഹിയ, അതിൻ്റെ വാഹിർ മാത്രം കഴുകിയാൽ മതിയാവുകയില്ല. താടി രോമങ്ങളുടെ രോമത്തിൻ്റെ താടിയുടെ പുറത്ത് മാത്രം, രോമത്തിൻ്റെ പുറത്ത് മാത്രം വെള്ളം എത്തിയാൽ മതിയാവൂല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൊലിയിലേക്ക് വെള്ളമെത്തണം. തൊലിയിലേക്ക് വെള്ളം എത്തേണ്ടതുണ്ട്. വകദ ശാരിബു വൽ അൻഫഖതു വൽ ഹാജിബൈനി വനഹ്വിഹാ ഇദാ കാനത് തസിഫുൽ ബശറത ഫയഗ്സിലുഹാ വമാ തഹ്ത. ഇതേപോലെ തന്നെയാണ് ഈ ഭാഗവും അതുപോലെ തന്നെയുള്ള ഭാഗങ്ങളൊക്കെ, മുഖത്തുള്ള വരുന്ന രോമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ തൊലിയെ അത് തൊലി കാണുന്നുണ്ട്. ചില ആളുകളുടെ താടി ഉണ്ടെങ്കിലും അവിടുത്തെ തൊലി കാണും. താടി ഉണ്ടെങ്കിലും തൊലി കാണും. വളരെ നേർത്ത താടി രോമങ്ങളായിരിക്കും. പ്രത്യേകിച്ച് തുടക്കത്തിലൊക്കെ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ താടി ഉണ്ടായിട്ടും തൊലി കാണുന്ന അവസ്ഥയാണെങ്കിലാണ് എന്തു പറ്റൂല എന്ന് പറഞ്ഞത്? താടി രോമങ്ങൾ നനഞ്ഞാൽ മതിയാവൂല എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള അവസ്ഥയിലാണ്. ആ സന്ദർഭത്തിൽ തൊലിയും നനയണം. ആ സന്ദർഭത്തിൽ തൊലിയും നനയേണ്ടതുണ്ട്. അത് താടിയാണെങ്കിലും മീശയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. വളരെ നേർത്ത, അധികം കട്ടിയില്ലാത്ത, തൊലി കാണുന്ന രൂപത്തിലുള്ള രോമങ്ങളാണെങ്കിൽ രോമം മാത്രം നനഞ്ഞാൽ പോരാ, അതിൻ്റെ കീഴിലുള്ള തൊലിയും നനയേണ്ടതുണ്ട്. ഇല്ലാ അല്ലാ യസിഫൽ ബഷറ ഫയുജ്സിഉ ഗസ്ല ളാഹിരി. എപ്പോഴല്ലാതെ വളരെ കട്ടിയുള്ള രോമങ്ങളാണ്, തൊലി കാണുന്നില്ല. തൊലി കാണുന്നില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു രൂപത്തിൽ പോലും തൊലി കാണുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ എന്തു മതി? താടി രോമങ്ങളുടെ അതിൻ്റെ വാഹിറിൽ നനഞ്ഞാൽ മതിയാകുന്നതാണ്. അതിൻ്റെ പുറമേ കൂടെ വെള്ളം നനഞ്ഞാൽ മതിയാകുന്നതാണ്. തൊലിയിലേക്ക് വെള്ളം എത്തണമെന്ന് നിർബന്ധമില്ല. പിന്നെ പറയുന്നത് സുമ്മ യഗ്സിലു യദൈഹി മഅ മിർഫഖൈഹി ഈ ഹദീസ് ഉസ്മാൻ അൽ മുത്തഖദ്ദിം. നേരത്തെ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞതുപോലെ ഇതിന് ശേഷം മുഖത്തിന് ശേഷം 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകുക. സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. ചില ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം 2 കഫ് കഴുകി, പിന്നെ മദ്മദയും ഇസ്തിൻഷാഖും കഴിഞ്ഞ്, പിന്നെ മുഖം കഴുകി, പിന്നെ കൈ കഴുകുമ്പോൾ പലർക്കും സംഭവിക്കുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കഫ് കഴുകിയതുകൊണ്ട് ഇപ്പോൾ കൈ കഴുകുമ്പോൾ എന്ത് ചെയ്യാറില്ല? കഫിൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. നേരത്തെ കഫ് കഴുകിയതുകൊണ്ട് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഇവിടെ മുതലാണ് കഴുകുക, ഇവിടെ മുതലാണ് കഴുകുക. ഈ ഭാഗം നനയൂല, കഫിൻ്റെ ഈ പുറകുവശം നനയൂല. അത് ശരിയല്ല. നമ്മൾ ശ്രദ്ധിക്കണം. വുദൂഇന്റെ ഭാഗമായിട്ടുള്ള കൈ കഴുകൽ, ഫറളായിട്ടുള്ള കൈ കഴുകൽ ഇപ്പോഴാണ് വരുന്നത്, മുഖത്തിന് ശേഷം. മറ്റേത് സുന്നത്തായിട്ടുള്ള അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. പാത്രത്തിൽ കൈയിടുമ്പോൾ ഉള്ള മര്യാദകളിൽപ്പെട്ടതാണ്. അത് വുദൂഇന്റെ ഭാഗമല്ല, വുദൂഇന്റെ ഫറളുകളിൽ പെട്ടതല്ല. വുദൂഇന്റെ ഫറളിൽപ്പെട്ട കൈ കഴുകൽ വരുന്നത് മുഖം കഴുകിയതിന് ശേഷം. അതുകൊണ്ട് എന്ത് ചെയ്യണം?
കൈ കഴുകുമ്പോൾ നേരത്തെ കഫ് കഴുകിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? ഇവിടെ മുതൽ വിരലിൻ്റെ അറ്റം മുതൽ മുട്ടുൾപ്പെടെ കഴുകാൻ ശ്രദ്ധിക്കണം. വിരലിൻ്റെ അറ്റം മുതൽ മുട്ടുൾപ്പെടെ കഴുകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ പറയാണ് വലാ യദുറു വസഹുൻ തഹ്ത ളുഫ്രിൻ വനഹ്വിഹി. നഖത്തിനടിയിൽ ചെറിയ കുറച്ച് ചളിയുണ്ട്, അതുപോലത്തെ എന്തെങ്കിലും നിസ്സാരമായ ചെറിയ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ, എവിടെയെങ്കിലുമൊക്കെ പേനയുടെ മഷി ചിറപ്പുണ്ടോ തുള്ളിയൊക്കെ ആയിട്ടുണ്ടാവും ശരീരത്തിൽ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും എന്താവുകയില്ല, വുളൂഇനെ ദോഷകരമായി ബാധിക്കുകയില്ല. ലിയന്നഹു യസീറുൻ ആദത്തൻ, അത് ആദത്തിൽ സാധാരണഗതിയിൽ അത് വളരെ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങളാണ്. ഫലൗ കാന വാജിബൻ ലബയ്യനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലും ശ്രദ്ധിക്കേണ്ട നിർബന്ധിത അവസ്ഥ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്ത് ചെയ്തിരുന്നേനെ? അത് വിശദീകരിച്ച് തന്നേനെ. കാരണം അത് സാധാരണഗതിയിൽ എല്ലാവർക്കും ഇടയിൽ വ്യാപകമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഖാല ഫിൽ ഇൻസാഫ്, ഇൻസാഫിൽ പറയുകയാണ്. ആരാണ് ഇൻസാഫിന്റെ മുഅല്ലിഫ്? മർദാവി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നത് വഹുവ സ്വഹീഹ്, അതാണ് ശരിയായ അഭിപ്രായം. വഖ്താറഹു ശൈഖു തഖിയുദ്ദീൻ, ഷെയ്ഖു തഖിയുദ്ദീൻ ഈ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തത്. ആരാണ് ഷെയ്ഖ് തഖിയുദ്ദീൻ? ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. എന്ന് മാത്രമല്ല വഉൽഹിഖ ബിഹി കുല്ല യസീരിൻ മന ഹൈസു കാന മിനൽ ബദനി കദമിൻ വഅജീനിൻ വനഹവിഹിമ. എന്നുവെച്ചാൽ ഇതേപോലെ തന്നെയാണ് എന്ത് ബാക്കിയുള്ള വെള്ളത്തിനെ തടയുന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള. ഇപ്പോൾ ചെറിയൊരു രക്തത്തിൻ്റെ ഒരു ചെറിയൊരു തുള്ളി ശരീരത്തിൽ എവിടെയോ ഉണ്ട്, അങ്ങനെ ഉണ്ടായേക്കാം, സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാവോ അതിൽ ചെറിയൊരു അല്ലെങ്കിൽ തരി അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം ശരീരത്തിലായിട്ടുണ്ട്. ഇങ്ങനെ വളരെ നിസ്സാരമായ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. അതൊന്നും എന്താവുകയില്ല, വുളൂഇനെ സാരമായി ബാധിക്കുകയില്ല, ദോഷകരമായി വുളൂ ശരിയല്ലാതാക്കുകയില്ല. ഇത് വളരെ നിസ്സാരമായിട്ടതാണ് കേട്ടോ പറയുന്നത്. വളരെ ചെറിയ അളവിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്, വലിയ അളവിലുള്ളതല്ല. പിന്നെ പറയുന്നത് സുമ്മ യംസഹു ജമീഅ ളാഹിരി റഅസിഹി മിൻ ഹദ്ദിൽ വജ്ഹി ഇലാ മാ യുസമ്മ ഖഫ. അതിനുശേഷം എന്ത് ചെയ്യാം? തലയുടെ ളാഹിർ, പുറമെയുള്ള ഭാഗം, അത് മുഴുവനും എന്ത് ചെയ്യുക? തടവുക. ഏതു മുതൽ? മിൻ ഹദ്ദിൽ വജ്ഹി, അതിന്റെ തുടക്കം വജ്ഹിന്റെ ഹദ്ദാണ്. ഈ നമ്മൾ മുടി തുടങ്ങുന്ന ഭാഗം, നെറ്റിയുടെ മുകളിലുള്ള ഭാഗം, അതുമുതൽ തുടങ്ങി ഇലാ മാ യുസമ്മ ഖഫ, പെരടി എന്ന് പറയുന്ന ഇതുവരേക്കും എന്ത് ചെയ്യണം? തല തടവണം. വൽ ബയാദു ഫൗഖൽ ഉദുനൈനി മിൻഹു, ശ്രദ്ധിക്കണേ, ഈ മുടി, ഈ രണ്ട് ചെവികളുടെ മേലെ ഒരു ഭാഗം ഉണ്ടാവും, വെളുത്ത ഭാഗം, മുടി വളരാത്ത ഒരു ഭാഗം ഉണ്ടാവും. അത് ചിലർക്ക് മുടി വളരുന്ന ഭാഗമായിരിക്കും, ചിലർക്ക് അവിടെ ഒരു മുടിയില്ലാത്തൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗം ഇതിൽപ്പെട്ടതാണ്. ആ ഭാഗം തല എന്നുവെച്ചാൽ തടവേണ്ട ഭാഗമാണ്. തടവുമ്പോൾ അവിടേക്ക് എന്ത് ചെയ്യണം? കൈകൾ എത്തേണ്ടതുണ്ട്. പക്ഷെ മൊത്തം എന്ത് ചെയ്യണം? തടവണം. മുഖമല്ലാത്ത ബാക്കിയുള്ള, മുഖത്തിന്റെ ബോർഡിൽ നമ്മൾ പറഞ്ഞു, അതല്ലാത്ത ഇവിടെ നിങ്ങോട്ടുള്ള ഈ മുഴുവൻ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? പെരടി വരേക്കുള്ളത് തടവേണ്ടതാണ്. ലിഖൗലിഹി തആല, അതിനുള്ള തെളിവ് അള്ളാഹു പറഞ്ഞു വംസഹു ബിറുഊസിക്കും, നേരത്തെ പറഞ്ഞ മാഇദയിലെ ആയത്ത്. വൽ ബാഉ ലിൽ ഇൽസാഖി ഫകഅന്നഹു ഖാല വംസഹു റൂസക്കും. അപ്പം ഇവിടെ ഈ വംസഹു ബിറുഊസിക്കും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അത് ബാ ഇൽസാഖ് എന്നുള്ള അർത്ഥത്തിനാണ്. എന്ന് വെച്ചാൽ വംസഹു റൂസക്കും, നിങ്ങൾ നിങ്ങളുടെ തലകൾ തടവണം എന്ന് പറയുന്നത് പോലെയാണ് എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്?
വംസഹു ബിറുഊസിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ولأن الذين وصفوا وضوءه صلى الله عليه وسلم ذكروا أنه مسح برأسه كله എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ വിശദീകരിക്കുന്ന സ്വഹാബികളൊക്കെ ആ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല മുഴുവനും തടവിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല മുഴുവനും തടവിയതായിട്ടാണ് അവരൊക്കെ വിശദീകരിക്കുന്നത്. അങ്ങനെ വലാ യജിബു മസ്ഹു മസ്തർസല മിൻ ശഅരിഹി. ഇനി ഒരാൾക്ക് പെരടിയേക്കാൾ നീളത്തിൽ മുടിയുണ്ട്, അത് ചില ആണുങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ധാരാളമായിട്ടുണ്ടാവും. അതൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, തടവൽ നിർബന്ധമല്ല. ഏതുവരെ തടവിയാൽ മതി? പെരടി വരെ എത്തിയാൽ മതി. പെരടി വരെ എത്തിയാൽ മതി. ഖാല ഫിൽ കാഫി വശർഹി വദാഹിരി ഖൗലി അഹ്മദ്. ഇബ്നു ഖുദാമ കാഫിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഷർഹുൽ കബീറിലും അതുപോലെ തന്നെ ഇമാം അഹ്മദിൻ്റെ ഖൗലും ഒക്കെ അറിയിക്കുന്നത് എന്താ? അന്നൽ മർഅത യുജ്സിഉഹാ മസ്ഹു മുഖദ്ദമി റഅസിഹ. ഒരു സ്ത്രീക്ക് എന്തു മതിയാകുന്നതാണ്? അവളുടെ ഈ തലയുടെ ഇത്രയും ഭാഗം തടവിയാൽ മതിയാകുന്നതാണ്. മുടി മൊത്തം തടവേണ്ടതില്ല. ലിഅന്ന ആയിഷത റളിയല്ലാഹു അൻഹാ കാനത് തംസഹു മുഖദ്ദമ റഅസിഹ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തതായി എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് പലപ്പോഴും മുടി മുഴുവൻ തടവുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. കാരണം പല വലിപ്പത്തിലുള്ള മുടികളായിരിക്കും, ഒരുപാട് നീളമുള്ള മുടികളൊക്കെ ഉള്ള സ്ത്രീകളുണ്ടാവും. അപ്പം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതൃക ആ വിഷയത്തിൽ ഉണ്ട്. സ്ത്രീകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ മുടി വളരെ നീളമുള്ള പുരുഷന്മാർക്കും അത് ബാധകമാണ്. പെരടി വരെ എന്ത് ചെയ്താൽ മതി? തടവേണ്ടതുള്ളൂ. അതിനുശേഷമുള്ളത് തടവൽ നിർബന്ധമില്ല. പിന്നെ പറയുന്നത് വയുദ്ഖിലു സബ്ബാബതൈഹി ഫീ സമ്മാഹൈ ഉദുനൈഹി. സമ്മാഹ് സിമാഹ്, അതിലേക്ക് എന്ത് ചെയ്യുക? അവന്റെ രണ്ട് സബ്ബാബത്ത്. സബ്ബാബത്ത് പറഞ്ഞാൽ ഏത് വരല? ചൂണ്ടുവരല. തള്ളവരൽ എന്താ പറയാ? തള്ളവരൽ എന്താ പറയാ? ഇബ്ഹാം. തള്ളവരൽ ഇബ്ഹാം. ശ്രദ്ധിക്കണേ, രണ്ട് ചൂണ്ടുവിരലുകളും അവൻ എന്ത് ചെയ്യട്ടെ? ചെവിയുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കട്ടെ. ചൂണ്ടുവിരൽ ചെവിക്കുള്ളിൽ, ശബ്ദം കേൾക്കുന്ന ആ ഒരു ദ്വാരം ഉണ്ടല്ലോ, അവിടേക്ക് രണ്ട് ചൂണ്ടുവിരലുകൾ വയ്ക്കുക. വയംസഹു ബി ഇബ്ഹാമൈഹി വാഹിറഹുമാ. രണ്ട് ഇബ്ഹാം കൊണ്ട് ചെവിയുടെ വാഹിർ എന്ത് ചെയ്യുക? തടവ. ഇബ്ഹാം ഏതാ മോനെ? ഏത് വരല? ചെവിയാ? തള്ളവരൽ. അപ്പൊ രണ്ട് ഇബ്ഹാം, സബ്ബാബത്ത് രണ്ടും ചൂണ്ടുവിരൽ രണ്ടും ചെവിക്കുള്ളിൽ തിരുകി. ഇബ്ഹാം രണ്ടും അതുകൊണ്ട് എന്ത് ചെയ്യുക? ചെവിയുടെ വാഹിർ എന്ന ഈ ഭാഗം തടവുക. ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതിനുള്ള തെളിവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസഹ ബിറഅസിഹി വഉദുനൈഹി ളാഹിറഹുമാ വബാത്തിനഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ തലയും രണ്ട് ചെവികളും അതിൻ്റെ ഉള്ളും പുറവും തടവി. അതിൻ്റെ ഉള്ളും പുറവും തടവി. സഹഹു തിർമിദി സഹീഹാക്കിയുള്ള ഹദീസാണ്. അത് മറ്റു പല പണ്ഡിതന്മാരും സഹീഹാണെന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ വാഹിർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, പുറം ഭാഗം. ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഉൾഭാഗം, ഉള്ളിലെ ഭാഗം.
വലിൻ നസായി, നസായിൽ ഈ ഹദീസിന്റെ റിവായത്തിൽ കൂടുതൽ വന്നിട്ടുള്ളത് സിയാദത്ത് എന്താ? ബാത്തിനഹുമാ ബിസ്സബ്ബാഹത്തൈനി വദാഹിറഹുമാ ബിഇബ്ഹാമൈനി. അതിന്റെ ബാത്തിന് തടവിയത്, ബാത്തിന് പറഞ്ഞാൽ ഉൾഭാഗം, അത് തടവിയത് ബിസ്സബ്ബാഹത്തൈനി. സബ്ബാഹത്തൈൻ ഏതാണ്? സബ്ബാബത്തൈൻ്റെ അതേ തന്നെ രണ്ട് പേരുകളുണ്ട്. ചൂണ്ടുവിരലിനുള്ള രണ്ട് പേരുകളാണ് സബ്ബാബത്തൈനും സബ്ബാഹത്തൈനും. അത് ഈ ചൂണ്ടുവിരൽ കൊണ്ട് എന്ത് ചെയ്തു? ഉൾഭാഗം ഇങ്ങനെ തടവി. തള്ളവിരൽ കൊണ്ട് വദാഹിറഹുമാ ബിഇബ്ഹാമൈനി, ലാഹിർ തള്ളവിരൽ കൊണ്ടും തടവി എന്ന് നസായിയുടെ റിവായത്തിൽ കുറച്ച് കൂടുതൽ സിയാദത്ത്, വ്യക്തത വന്നിട്ടുണ്ട്. അതിനെ വിളിച്ച് പിന്നെയോ സുമ്മ യഗ്സിലു റിജ്ലൈഹി മഅ കഅബൈഹി, അതിനുശേഷം രണ്ട് കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക. എന്നിട്ട് നെരിയാണി എന്താ? വഹുമ അൽ അദ്മാനി നാഇഅതാനി നാത്തിആനി ഫി അസ്ഫലി സാഖി ലി ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് നെരിയാണി ഉൾപ്പെടെ, ഒരു കാലിന് രണ്ട് നെരിയാണിയുണ്ട്, അത് മുഴുവനും നനയുന്ന രൂപത്തിൽ രണ്ട് കാലുകളും കഴുകുക. ഇതാണ് വുദൂവിന്റെ രൂപമായിട്ടിവിടെ കൊടുക്കുന്നത്. ഇനി അതിനുശേഷം അടുത്ത ഫസ്ല്, അത് മുഴുവൻ വായിക്കാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, എങ്കിലും തുടങ്ങി വെക്കാം. എന്താണ്? ഫസ്ലുൻ ഫി സുനനിൽ വുദു, വുദൂവിന്റെ സുന്നത്തുകൾ. വുദൂവിന്റെ സുന്നത്തുകൾ. ഇവിടെ പറയുന്നത് വസുനനുഹു സമാനിയത്തു അശർ, 18 സുന്നത്തുകൾ വുദൂയിലുണ്ട്. 18 സുന്നത്തുകൾ വുദൂയിലുണ്ട്. ഒന്നാമത്തേത് പറയുന്നത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയ്ക്ക് മുന്നിടുക. അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? അല്ലാഹു അലം, അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കണ്ടതായിട്ട് അറിയില്ല. ഖിബ്ലയ്ക്ക് മുന്നിടുക എന്നുള്ളത് മറ്റ് പല വിഷയങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വുദൂ ചെയ്യുമ്പോൾ ഖിബ്ലയ്ക്ക് മുന്നിടുക എന്നുള്ളതിന് പ്രത്യേകം ഒരു ശ്രേഷ്ഠത ഹദീസുകളിൽ വരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് സുന്നത്താണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പറയുന്ന ഖാലഫിൽ ഫുറൂഇൽ പറഞ്ഞു വഹുവ മുത്തജിഹുൻ ഫീ കുല്ലി ത്വാഅത്തിൻ ഇല്ലാ ലിദലീലിൻ, എല്ലാ നല്ല കാര്യങ്ങളിലും ത്വാഅത്തിലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നതാണ്. ആ ഒരു ഖിയാസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹംബലി മദ്ഹബിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഖിബ്ലയെ അഭിമുഖീകരിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് പണ്ഡിതന്മാർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. പലരും അത് ശരിയല്ല എന്നഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ തെളിവുണ്ടെങ്കിലാണ് നമുക്ക് സുന്നത്താണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അല്ലാഹു അലം. രണ്ടാമത്തെ സുന്നത്ത് പറഞ്ഞു വസ്തിവാക്ക്. നമ്മൾ നേരത്തെ ലിമാ തഖദ്ദം, നേരത്തെ നമ്മൾ പറഞ്ഞു, അതിന്റെ തെളിവുകളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. മിസ്വാക്ക് വുളു എടുക്കുമ്പോൾ എന്തായാലും വിധി എന്താ? സുന്നത്തുൻ മുഅക്കദ, അല്ലെ? ബറക്കല്ലാഹു ഫീക്. സുന്നത്തുൻ മുഅക്കദ. വേറെ ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ പറഞ്ഞേ, മിസ്വാക്ക് സുന്നത്തുൻ മുഅക്കദയായിട്ടുള്ള സന്ദർഭങ്ങൾ. നിസ്കാരത്തിന് സന്ദർഭം, പിന്നെ ഉറങ്ങി എഴുന്നേറ്റല്ലേ? പറഞ്ഞു നിർത്തിയത് വുളൂവിന്റെ സുന്നത്തുകൾ. രണ്ടാമത്തത് സിവാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ സുന്നത്ത് വഗസ്ലുൽ കഫൈനി സലാസ, രണ്ട് കഫുകൾ കഴുകുക എന്നുള്ളതാണ്. ഈ ഹദീസ് ഉസ്മാൻ, അതിന്റെ തെളിവായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ കൊടുക്കുന്നത് വൽ ബദാഅതു ഖബ്ല ഗസ്ലിൽ വജ്ഹി ബിൽ മദ്മളതി വൽ ഇസ്തിൻഷാഖ്, മുഖം കഴുകുന്നതിന് മുമ്പ് മദ്മളയും ഇസ്തിൻഷാഖും ചെയ്യുക എന്നുള്ളത്. മുഖം കഴുകുന്നതിന് മുമ്പ് മദ്മളയും ഇസ്തിൻഷാഖും, മൂക്കിലും
വായിലും വെള്ളം കയറ്റി കൊപ്പിളിക്കുക, ചീറ്റിക്കളയുക എന്നുള്ളത് അത് മുഖം കഴുകുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ളതാണ് 4-ാമത്തെ സുന്നത്ത്. അതിൻ്റെ തെളിവും ഈ ഹദീസ് ഉസ്മാൻ അൽ മുത്തഖദ്ദിം, നേരത്തെ പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരേ ഹദീസ് തന്നെ ഒരുപാട് മസാലകൾക്ക് തെളിവായിട്ട് നിങ്ങളിപ്പോൾ ഈ ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വുളൂഇന്റെ ധാരാളം മസാലകൾക്ക് നിങ്ങൾ തെളിവായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ആ വിഷയത്തിൽ ആ ബാബിലെ അസ്ലെന്ന് പറയാറ്. ആ ബാബിലെ അസ്ലാണ് ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോൾ ഈ വുളൂഇനുമായി ബന്ധപ്പെട്ട വുളൂഇന്റെ വിഷയത്തിലുള്ള അസ്ല് എന്നുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസാണ്. അതുകൊണ്ടാണ് വുളൂഇന്റെ മിക്ക മസാലകളിലും തെളിവായിട്ട് ഈ ഒരു ഹദീസ് കടന്നു വരുന്നത്. പിന്നെ അടുത്തത് 5-ാമത്തെ സുന്നത്ത് വൽ മുബാലഗതു ഫീഹിമാ ലിഗൈരി സായിം. നോമ്പുകാരനല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ നോമ്പുകാരനല്ലെങ്കിൽ മളുമളയിലും ഇസ്തിൻഷാഖിലും മുബാലഗ പറ്റുന്നതിൻ്റെ പരമാവധി അത് മാക്സിമം ചെയ്യുക എന്നുള്ളത്, പരമാവധി വെള്ളം എത്തിക്കുക എന്നുള്ളത്, അതാണ് 5-ാമത്തെ സുന്നത്ത്. അതിന് തെളിവെന്താ? ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലി ലഖീത്ത് ഇബ്നു സബ്റ. ലഖീത്ത് ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്ബിഗിൽ വുദൂ, നീ എന്ത് ചെയ്യണം? വുദൂ ഏറ്റവും നല്ല രൂപത്തിൽ, പരമാവധി പൂർത്തിയാകുന്ന രൂപത്തിൽ നീ വുദൂ ചെയ്യണം. വഹല്ലിൽ ബൈനൽ അസാബിഅ, നീ വിരലുകൾക്കിടയിൽ എന്ത് ചെയ്യണം? വെള്ളം കടത്താൻ ശ്രദ്ധിക്കണം. അത് നമ്മൾ നേരത്തെ കാലുവിരലുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതാണ്. അത് കൈവിരലുകളും അങ്ങനെ തന്നെയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ പറഞ്ഞു വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ലാ അൻ തകൂന സായിമൻ, നീ ഇസ്തിൻഷാഖിൽ മുബാലഗ കാണിക്കണം. മൂക്കിലേക്ക് വെള്ളം കയറ്റുമ്പോൾ പരമാവധി മൂക്കിന്റെ അറ്റം വരേക്കും വെള്ളം എത്തിക്കാൻ നീ പരിശ്രമിക്കണം. ഇല്ല അൻ തകൂന സായിമൻ, നീ നോമ്പുകാരനല്ലെങ്കിൽ. നോമ്പുകാരന് ഈ മൂക്കിൽ വെള്ളം കയറ്റുന്ന എന്ത് ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ, മൂക്കും വായും തമ്മിൽ കണക്ഷൻ ഉണ്ട്. മൂക്കിലേക്ക് ഒരുപാട് കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വായിലേക്ക് ഇറങ്ങും. അത് വായിലേക്ക് ഇറങ്ങും. അപ്പോൾ എന്ത് ചെയ്യരുത്? നോമ്പുകാരനാണെങ്കിൽ സാധാരണ കുറച്ച് എന്ത് ചെയ്താൽ മതി? മുകളിലേക്ക് വലിച്ചാൽ മതി. മൂക്കിൻ്റെ ഒരുപാട് ഉള്ളിലേക്ക് എത്തിക്കണം എന്നില്ല. എന്നാൽ നോമ്പുകാരനല്ലാത്ത സന്ദർഭത്തിൽ പരമാവധി വെള്ളം മുകളിലേക്കും ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് റവാഹുൽ ഹംസത്തു വസഹഹു തിർമിദി. റവാഹുൽ ഹംസ, ആരാ റവാഹുൽ ഹംസ? അമ്മാറെ ആ ആ പറഞ്ഞു. മുജാഹിദ് അഹ്മദ് ബുഖാരിയോ? അവിടെ പറഞ്ഞു റവാഹുൽ ഹംസ. പറഞ്ഞോ? അബൂദാവൂദ്, കേൾക്കുന്നില്ല. തിർമിദിയോ? ആ, തിർമിദി.
അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, അഹ്മദ് എന്നാണ് റവാഹുൽ ഖംസ. വസഹഹഹു തിർമിദി സ്വഹീഹാക്കിയിട്ടുണ്ട്. അത് സ്വഹീഹ, മറ്റു പല പണ്ഡിതന്മാരും സ്വഹീഹാണെന്ന് വിധിച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ്. അപ്പം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മദ്മളയും ഇസ്തിൻഷാഖും അതിൽ മുബാലക, പരമാവധി പറ്റുന്നത്രയും മാക്സിമം വെള്ളം വായിലേക്കും മൂക്കിലേക്കും എത്തിക്കുക എന്നുള്ളത് സുന്നത്താണ്, നോമ്പുകാരനൊഴികെ. വൽ മുബാലഗതു ഫീ സാഇരിൽ അഅ്ളാഇ മുത്ലഖൻ, അടുത്ത സുന്നത്ത്. ബാക്കി എല്ലാ അവയവങ്ങളിലും ഇതുപോലെ പരമാവധി പറ്റുന്നത്ര വെള്ളം എത്തിക്കുക, പരമാവധി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും മറ്റൊരു സുന്നത്താണ്. ലിഖൗലിഹി, അതിനറിയിക്കുന്ന ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ അസ്ബിഗൽ വുളു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതാ. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്ബാഗു അൽ ഇൻഖാ, ഇസ്ബാഗ് എന്ന് പറഞ്ഞാൽ ഇൻഖാ, വൃത്തിയാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അസ്ബിഗൽ വുളു എന്ന് പറഞ്ഞാൽ വുളു കൊണ്ടെന്തായിരിക്കണം, ആ അവയവങ്ങൾ മുഴുവൻ വൃത്തിയാവും, പരമാവധി പൂർണ്ണമായ രൂപത്തിൽ വുളു ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ള കൽപ്പനയാണെന്ത്, അസ്ബിഗൽ വുളു. അതുകൊണ്ടല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ശരിക്കും ആ ഭാഗത്ത് ഇപ്പോൾ വജ്ഹിന്റെ ബൗണ്ടറി എല്ലാവിടെയും വെള്ളം കവർ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഒരു വട്ടം കഴുകിയാൽ തന്നെ എന്തായി, ഒരു വട്ടം കഴുകിയാൽ തന്നെ ആ ഫർദ് പൂർത്തിയായി. എന്നാൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ കഴുകിയെന്ന് എത്ര പ്രാവശ്യം? ഒരു ഫർദ്, ഒരു അവയവം 3 പ്രാവശ്യം. അത് ഈ ഒരു സുന്നത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം അത് വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുന്നതാണെങ്കിലും, അതിനു മുമ്പ് കൈപ്പടം കഴുകുന്നതാണെങ്കിലും, പിന്നെ മുഖം കഴുകുന്നത്, കൈ കഴുകുന്നത്, കാല് കഴുകുന്നത് ഒക്കെ 3. തല തടവുന്നത് മാത്രമാണ് 1 നിർത്തിയിട്ടുള്ളൂ, അത് 3 ആക്കിയിട്ടില്ല. അത് ഇസ്ബാഗിലും അങ്ങനെ തന്നെ. ഈ പറഞ്ഞ പോലെ ഈ സുന്നത്ത് പാലിക്കുമ്പോഴും തല തടവുന്നത് ഒരേ ഒരു പ്രാവശ്യം മാത്രം. പക്ഷെ ബാക്കിയുള്ളതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ 3 പ്രാവശ്യമായി അധികരിപ്പിച്ചിരുന്നത് ഈ ഒരു സുന്നത്ത് പാലിച്ചുകൊണ്ടാണ്. അപ്പം അത് മറ്റൊരു സുന്നത്തായിട്ടൂടെ പറയുന്നുണ്ട്. അതിന് ശേഷമുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത സന്ദർഭത്തിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൃത്യമായ രൂപത്തിൽ ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുവാനും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഇബാദത്തുകൾ പൂർത്തീകരിക്കാനും ഇത്തരം സദസ്സുകൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.